ഇടാൻ ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കുഞ്ഞിനെ കൂടെ നാശത്തിലൊക്കെ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിടാനൊക്കെ താമസിച്ചു. പിന്നെ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ ഉണക്കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിലൊരു 4 വിസിലടുപ്പിച്ചു. ഉണക്ക് ശരിയാത്ത കപ്പയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വേവായിരുന്നു. പിന്നെ ആ സമയത്ത് കുക്കറിൽ നിന്ന് പടക്കോന്ന് പറഞ്ഞ സൗണ്ട് കേട്ടു കേട്ടോ. ഞാനത് കുക്കർ പൊട്ടിത്തെറിച്ചായിരിക്കുന്നു. പക്ഷെ അല്ലായിരുന്നു, ഇച്ചിരി വെള്ളക്കുറവായിരുന്നു കേട്ടോ. അതെന്തോ ഒരു സുഖമില്ലാത്തൊരു കപ്പയായിരുന്നു കേട്ടോ. പിന്നെ എല്ലുകറിയും വെച്ചു. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാത്തത്. പിന്നെ ആ സമയത്ത് ഞാൻ തൈര് ചട്ടയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചള്ളാസും ഉണ്ടാക്കി വെച്ചു. ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില ഇട്ടാണ്, പിന്നെ കരിയാപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കാപ്പി കുടിച്ചു 11 മണിയൊക്കെ ആയപ്പോഴത്തേന്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ കാപ്പി. ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ വിറകിന് പോകണം തോട്ടത്തിൽ. ഞായറാഴ്ച ചേട്ടാ ഇരിക്കുന്ന ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും കുഞ്ഞിനും ചേട്ടായും കൂടെ പോകും. ഞങ്ങൾക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ തന്നെ വിടാൻ മടിയാണ്. ഞാൻ പിടിച്ചൊക്കെ കൊടുക്കണം. അപ്പം ആരും ഇല്ലെങ്കിൽ ചേട്ടായിക്ക് പാടില്ല. അതുകൊണ്ട് പിന്നെ ഒരു കെട്ട് വിറക് കിട്ടിയായിരുന്നു. പിന്നെ ഈ പൈനാപ്പിൾ നിറച്ചും പൈനാപ്പിളാണ് എൻ്റെ അകത്തെ. എനിക്ക് 3-4 കിട്ടിയായിരുന്നു. പിന്നെ പറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുമായിരുന്നു കേട്ടോ. ചേട്ടായി താഴെ വിറക് വെറുക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ബാഗിനകത്ത് 3-4 പറിച്ചായിരുന്നു. പിന്നെ ആ സമയത്ത് പറിച്ചപ്പോൾ എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുള്ളു കൊണ്ടതാണേ. അപ്പോൾ കുഞ്ഞിന് നോക്കി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ പറിച്ചപ്പോൾ. അവന് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിളെ. അപ്പം ഞാൻ പിന്നെ അവന് ബാഗിൻ്റെ അകത്ത് പാലും പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. പിന്നെ അധികം നേരം തോട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര കൊതുക് ശല്യമാണേ. പിന്നെ വന്നപ്പോൾ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഞ്ചാര വെള്ളം പിന്നെ പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസായി. പിന്നെ ഒരു ഗ്ലാസ് ഞാൻ പെട്ടെന്ന് കുടിച്ചു കേട്ടോ. കാരണം ഞാൻ ദാഹിച്ചു പോയിരുന്നു. വിറക് പെറുക്കിക്കൊണ്ട് വന്ന ആളെക്കാൾ ക്ഷീണം എനിക്കാണ്. കാരണം വെച്ചാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ കൈ കാണാൻ കട്ട് കഴിക്കുമായിരുന്നു. പിന്നെ മുള്ളെല്ലാം കൊണ്ട് കൈയെല്ലാം മുറിഞ്ഞ് ചോര വരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നതേ മഞ്ഞളെടുത്ത് തേച്ചു. പിന്നെ സമയത്ത് ചേട്ടായി പിന്നെ പഴയ വിറകെല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയ വിറക് എനിക്ക് അടുക്കി തന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ പാലും മുട്ടയൊക്കെ അടിച്ച് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. 2 ഗ്ലാസ് ചായ എടുത്തായിരുന്നു. കുഞ്ഞിന് ആ സമയത്ത് ഉറക്കമായിരുന്നു. അവന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവനല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കുന്ന കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ചേട്ടായി പണിസ്ഥലത്തു നിന്ന് ഒരു 5-6 മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 താഴെയും കൊടുത്തു. ബാക്കി 4 ഞാൻ അരിഞ്ഞു വെച്ചതാണ്. ഉപ്പും തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അച്ചാറിടാമെന്ന് വെച്ചു. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാറൊക്കെ. അപ്പോൾ പുതുക്കിയും കൊടുത്തു വിടാം. അപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചേട്ടായി എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചാൽ കേട്ടോ. പിന്നെ പിക്കിൾ പൗഡർ, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെ സാധനമൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ കടുക് ഉലുവായി ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കരിയാപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പം കടുക് ഉലുവായി ഞാൻ ചേർക്കാൻ മറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വിനാഗിരിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ കുഞ്ഞിനാണ് ഭയങ്കര നാശമാണ് ആ സമയത്ത് വന്നിരുന്നത്. പാത്രം എല്ലാം എടുത്ത് നിരത്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കടുക് ഉലുവായും ചേർത്ത് കൊടുത്തു. അപ്പം അച്ചാർ ഒത്തിരി നാൾ പൂക്കാതിരിക്കും കേട്ടോ. അപ്പോൾ അച്ചാർ റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.